ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ കൈകോർത്തവർ കൈകൊടുത്ത് കോടതി സമക്ഷം പിരിയുന്നത് വർദ്ധിക്കുന്നതായി കണക്കുകൾ. 5 വർഷത്തിനിടെ വിവാഹമോചന കേസുകളിൽ ഭയങ്കരമായ ഒരു വർധന, അതായത് 87% വളർച്ചയാണ് ഉണ്ടായതെന്ന് കുടുംബ കോടതിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2020 1886 കേസുകളായിരുന്നത് 2025 35,238 ഉയർന്നത്. പ്രതിമാസം ശരാശരി 2418 ദമ്പതികൾ പിരിയുന്നു. യുവതികളിൽ വിവാഹമേ വേണ്ടെന്ന് വയ്ക്കുന്നവരുടെ എണ്ണം കൂടുന്നതായാണ് അഭിഭാഷകരും കൗൺസിലിംഗ് വിദഗ്ധരുമൊക്കെ പറയുന്നത്. അവർക്ക് മികച്ച വിദ്യാഭ്യാസം, കരിയർ, സാമ്പത്തിക സുരക്ഷ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. മറുഭാഗത്ത് ചെറുപ്പത്തിലേ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ എങ്കിലും അനുയോജ്യരായ പങ്കാളികളെ കിട്ടുന്നില്ല. വിവാഹത്തോട് വിമുഖത കാണിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതിനകത്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നവർ, തകർന്ന കുടുംബാംഗങ്ങൾ ഉള്ളവർ അവരൊക്കെയുണ്ട്. ഇത്തരം യുവാക്കളുമായി മാതാപിതാക്കൾ എത്തുന്നുണ്ട് എന്ന് കൗൺസിലിംഗ് വിദഗ്ധർ പറയുന്നുണ്ട്. കൂടുതൽ സ്വാതന്ത്ര്യത്തിനായി ഓപ്പൺ മാരേജ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ വിവാഹിതരാണെങ്കിലും മറ്റ് പങ്കാളികളാകാമെന്ന് പരസ്പരം സമ്മതിക്കുന്നവരും അവരുടെ എണ്ണവും കൂടി വരികയാണ്. ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള ഭയം, ഗാമോഫോബിയ യുവാക്കളിൽ കൂടുകയാണെന്ന് മലപ്പുറം ജെംസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനസ് തരകൻ പറയുന്നു. നവജാത ശിശുക്കളുടെ എണ്ണവും കുറയുന്നതായി സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വിവേക് ഉള്ളാട്ടിൽ പറയുന്നു. അപ്പോൾ ഈ വിവാഹമോചനം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ. വിവാഹമോചന കേസുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കൊല്ലവും എറണാകുളവും തൃശ്ശൂരുമാണ് തൊട്ടു പിന്നിൽ. വയനാട്ടിൽ മാത്രമാണ് അല്പം കുറവുള്ളത്. 2024 30,647 വിവാഹമോചന കേസുകൾ കോടതിയിലെത്തിയപ്പോൾ 2025 അത് 35,238 പ്രധാനമായും 4 കാരണങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. ഈ ശാരീരിക മാനസിക പീഡനങ്ങൾ, പിന്നെ സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശം, പാശ്ചാത്യ രീതികളുടെ സ്വാധീനം, പിന്നെ വിവാഹേതര ബന്ധങ്ങൾ. അപ്പം പങ്കാളികൾക്കും കുട്ടികൾക്കും ഒക്കെ സ്വന്തം താല്പര്യങ്ങൾ ബലികഴിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് കരുതുന്നവർ ഇപ്പം വളരെ കൂടുകയാണ്. അപ്പോൾ 4 പരിഹാരങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, വിവാഹപൂർവ്വ കൗൺസിലിംഗ്, വിട്ടുവീഴ്ച മനോഭാവം, ക്ഷമ, ജോലി തിരക്ക് നിയന്ത്രിക്കൽ, ഒന്നിച്ച് സമയം ചെലവഴിക്കൽ. അപ്പോൾ ഇതൊന്നും പറ്റാത്തവർ കല്യാണമേ കഴിക്കരുത്. അപ്പോൾ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 2024 3,875 കേസായിരുന്നെങ്കിൽ അത് 25 ആയപ്പോൾ 4,946 കൊല്ലത്ത് 3,788 നിന്ന് 4,208 ആയപ്പോൾ എറണാകുളത്ത് 3,750 നിന്ന് 3,945 തൃശ്ശൂരിൽ 3,393 നിന്ന് 3,773 ആയപ്പോൾ ആലപ്പുഴയിൽ 2,854 ആണ് 24. കോഴിക്കോടിൽ 25 2,827 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരും കല്യാണം കഴിക്കുന്നു എന്ന് കരുതി നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. പിന്നെ മാത്രമല്ല, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ ആദ്യം എത്തുക, സ്വന്തം കരിയർ എല്ലാം സെറ്റ് ചെയ്യുക, ഒരു 30 വയസ്സൊക്കെ ആകട്ടെ, എന്നിട്ട് തീരുമാനിക്കുക. അല്ലാതെ പ്രായം വിവാഹത്തിന് ഒരു ഘടകമല്ല എന്ന് മനസ്സിലാക്കുക. ഘടകമൊക്കെ തന്നെ എന്ന് പറഞ്ഞ് അതൊരു ഘടകം മാത്രമാണ്, അത് മാത്രമല്ല ഘടകം എന്ന് മനസ്സിലാക്കുക. നന്ദി.